ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ എനിക്കിന്ന് കോളേജില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് സേമിയ ഉപ്പുമാവട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ ആദ്യം തന്നെ പോയി തുണി കഴുകി അങ്ങിടാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ വെയിൽ കാരണം നമുക്ക് ടെറസിൽ കയറാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ തുണി കഴുകി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കുറച്ച് മീൻ കറിയും കുറച്ച് വറുക്കാനും എടുത്ത് മാറ്റി വയ്ക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ മീനൊക്കെ കഴുകി കുറച്ച് മീൻ കറിക്ക് മാറ്റി വെച്ചു. പിന്നെ വറുക്കാനുള്ളത് ഇപ്പം തന്നെ പുരട്ടി വെച്ചേക്കാന്ന് വിചാരിച്ചു മസാല. അതാകുമ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും നല്ല മസാലയൊക്കെ പിടിച്ചിരിക്കില്ല. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടി മാറ്റി വെച്ചു. പിന്നെ കുറച്ച് വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, വൻപയർ തോരൻ വെക്കാനായിട്ട്. അപ്പം അതും സെറ്റാക്കി. പിന്നെ കുറച്ച് മീൻ കറിയും വെച്ചു. മീൻകറി കാശിക്കൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടാട്ടോ മീൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചത്. പിന്നെ കുറച്ച് മോരുവെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം കാശിക്കൊണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് കുടിച്ചോളൂ. അല്ലെങ്കിൽ പിന്നെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കും. ഇതാകുമ്പം ഹെൽത്തി ആണല്ലോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ വെക്കാറുണ്ട്. പിന്നെ ഇന്ന് ക്ലാസ്സില്ലാത്തതുകൊണ്ട് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ആ സമയത്താണ് ഈ മണിയും ബാങ്ക് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ കണ്ടത് ഇങ്ങനെ ചീത്തയായി പോകുന്നു പൂത്ത് പോകുന്നു വിചാരിച്ചിട്ട്. ചിലപ്പോൾ അത് ഈർപ്പം തട്ടിയിട്ടാവാം ഇങ്ങനെ ചീത്തയാവുന്നത്. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചു. ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണല്ലോ, ഇടുന്ന പൈസ ചീത്തയായി പോകുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് ഇതേ ഈ ഒരു സ്റ്റീലിനകത്ത് ഇപ്പോൾ ഇടുന്നത്. ആ ഒരു മണി ബാങ്കിനകത്ത് ഞാനിപ്പോൾ എൻ്റെ കുപ്പിവളയാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ റൂമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. അങ്ങനെ നേരെ കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. സമയം 2 മണിയായി. അപ്പം ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു.